വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഇന്ന് നമുക്ക് മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു സ്നാക്ക് നോക്കിയാലോ? സ്വീറ്റ് പൊട്ടറ്റോ ടിക്കി. അതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നമുക്കൊന്ന് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. മധുരക്കിഴങ്ങ് ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു ഫോർക്ക് വെച്ച് കുത്തി നോക്കിക്കഴിഞ്ഞാൽ അറിയാം വെന്തോ ഇല്ലയോ എന്നുള്ളത്. ഇത് നന്നായിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. തൊലിയൊക്കെ കളഞ്ഞ മധുരക്കിഴങ്ങ് ഞാൻ നന്നായിട്ട് ഇവിടെ ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉടച്ചു വെച്ചിട്ടുള്ള ഈ മധുരക്കിഴങ്ങ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ആയാലും ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർക്കുന്നുണ്ട്. ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി. എന്നാലാണ് ടിക്കി നല്ല ക്രിസ്പായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ ഉപയോഗിച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാം. എന്നാലാണ് അതെല്ലാം കൂടി ഒരുമിച്ച് തന്നെ യോജിച്ച് കിട്ടുള്ളൂ. കടലമാവ് ചേർക്കുമ്പോൾ നമുക്ക് ഒന്ന് ബൈൻഡ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവും. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പും എരിവൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ നോക്കുമ്പോൾ കുറച്ച് എരിവിന്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കൂടി ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി അതേപോലെ തന്നെ ഗരം മസാല ഇതൊക്കെ ചേർക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ പ്രത്യേക ഫ്ലേവർ ആയിരിക്കും ഈ ടിക്കിക്ക് ഉണ്ടാവുക. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് മസാലകളിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില അതേപോലെ മല്ലിയില ഇതൊക്കെ ചെറുതാക്കി അരിഞ്ഞിട്ട് കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിലും ഈ സ്വീറ്റ് പൊട്ടറ്റോ ടിക്കി നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ ഉഴുന്നുവടയുടെ ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം. അതല്ലെങ്കിൽ ബോൾസ് പോലെ ആക്കണമെങ്കിൽ ആക്കാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതൊരു റൗണ്ട് ഷേപ്പിലാക്കി പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മിക്സും വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു അളവിൽ നമുക്ക് ഏകദേശം ഒരു 15 ടിക്കി കിട്ടും. ഇനി നമുക്കിത് വറുത്തെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഓരോ ടിക്കിയായിട്ട് ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കാം. വറുത്തെടുക്കുമ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇത് ഓൾറെഡി വെന്ത മധുരക്കിഴങ്ങാണ്. അതിൽ സവാള മാത്രമാണ് വേവാനായിട്ടുള്ളൂ. അതേപോലെ തന്നെ പൊടികളും. 2 വശവും തിരിച്ചിട്ട് നമുക്ക് ഒരേപോലെ തന്നെ മൂപ്പിച്ചെടുക്കണം. രണ്ട് വശവും നന്നായിട്ട് മൂത്ത് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരുപാട് സമയം ഇട്ട് മൂപ്പിക്കേണ്ട. അങ്ങനെയാണെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഉള്ളു നല്ല സോഫ്റ്റ് ആയിരിക്കും, എന്നാൽ പുറം ഭാഗം നല്ല ക്രിസ്പ് ആയിരിക്കും. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ടിക്കി കൂടി എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുറച്ച് എരിവ് ഒന്ന് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ.